സ്വാഗതം ചെയ്തു. ഇപ്പൊ നമ്മൾ വൈകിട്ട് ഇങ്ങനെ ഒരു പരിപാടി വെക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. നമ്മുടെ ഈ അംഗൻവാടിയിൽ നിന്ന് 8 മക്കള് അടുത്ത LKG കൊടുക്കുക. വർഷങ്ങൾ 1 വർഷമായ 1.5 വർഷത്തോളം നമ്മുടെ കൂടെ ഈ അംഗൻവാടിയിൽ ഉണ്ടായിരുന്ന മക്കളാണ്. കുഞ്ഞായപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും നമ്മുടെ ടീച്ചർ നമ്മുടെ എപ്പോഴൊക്കെ കൂടെ കൂടിയിട്ട് വളരെ എന്താ പറയണ്ടേ സുരക്ഷിതമായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ അവരെ വലിയതായിട്ട് പറഞ്ഞ് അവരും ഭൂമി പോകും. നമ്മൾ പറയണ്ട, നമ്മുടെ വീട്ടില് ഒരു കുട്ടിയെ നമ്മൾ നോക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. ഇപ്പൊ ഒന്നായതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ബുദ്ധിമുട്ട് തോന്നുന്നു. 5 വരുമ്പോ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ മക്കളെ വളരെ സുരക്ഷിതമായിട്ട് സ്നേഹത്തോടെ അവരെ കരയിപ്പിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് വളരെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു. അപ്പൊ ഇനി പുതിയ സ്കൂളിലേക്ക് മക്കൾ പോവുകയാണ്. അപ്പൊ അവിടെയും അവർക്ക് ഇതുപോലുള്ള സുരക്ഷിതത്വം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന നല്ല നല്ല നിലകളിലേക്ക് എത്തിച്ചേരട്ടെ. ഇത് നമ്മുടെ ഈ അംഗൻവാടിയിൽ നിന്ന് പോകുന്ന 8 മക്കൾക്ക് ചെറിയ ഒരു ഉപകാരമാണ്. സന്തോഷമായിട്ട് ഇവിടുത്തെ പോകാം. ഇപ്പൊ ഈ പോകുന്ന മക്കളുടെ അനിയന്മാരോ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ അവിടെ? ആ രക്ഷകർത്താക്കൾക്ക് ഇനി ഇവിടെ വരാം. ആ മക്കളെ അതെ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടീച്ചറിനെയൊക്കെ ആന്റീനെയൊക്കെ കാണാനായിട്ട് വരണം കേട്ടോ. ഈ പോകുന്നവര് വരുമോ? ആന്റി അത് ഇഷ്ടമായിരുന്നോ? ഈ ടീച്ചറിനെ ഇഷ്ടമാണോ? ഇഷ്ടമുണ്ടോ? ആ എന്റെ ഇഷ്ടമാണ്. കൊച്ചു കണ്ടില്ല കേട്ടോ, ചുമ്മാ കൊച്ചിങ്ങനെ നാട്ടിപ്പോയതാ. ഒരിക്കലും ഇഷ്ടമല്ലാന്ന് പറയുന്നത്. പോകുന്ന കൊച്ചു ഞാൻ ഇടയ്ക്ക് പരിപാടിയൊക്കെ വളരെ ഒരു കുട്ടിയുടെ 1 വർഷം സമ്പാദ്യം, ആ സമ്പാദ്യം കൊണ്ട് ടീച്ചർ തന്നെ വാങ്ങിയതാണ് തോന്നുന്നത്. ആ പൈസയ്ക്ക് ഒരു കൈച്ചെയിൻ ആ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ ആരംഭിക്കാം. വളരെ ഭംഗിയായി വളരെ മാതൃകാപരമായിട്ടാണ് ആ അംഗൻവാടി നടക്കുന്നത്. നമുക്ക് തന്നെ കണ്ടാൽ ഇത് എത്രത്തോളം എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്ന് തോന്നിപ്പോകും. പക്ഷേ ആ അധ്യാപികയുടെ കൂടി ഇച്ഛാശക്തി അതിന്റെ പിന്നിലുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള മാതൃകകൾ ഇനി വേറെ ഈ അംഗൻവാടിയിലെ ടീച്ചറും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ അത്തരത്തിലുള്ള അംഗനവാടികൾ സന്ദർശിക്കണം. അവിടെ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതുകൂടി നമ്മളിവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ക്ലാപ്പില്ല.